നമ്മൾ കഴിഞ്ഞ ഒരു ആരാധനയെക്കുറിച്ചൊരു കാര്യം നമ്മൾ സംസാരിച്ചിരുന്നു. അതിൻ്റെ ബാക്കി ചില കാര്യങ്ങൾ നമുക്ക് പഠിക്കാനായിട്ട് കർത്താവ് നമ്മളെ സഹായിക്കട്ടെ. നമ്മൾ വായിച്ച വാക്യം ഇങ്ങനെയായിരുന്നു, ഒന്നുകൂടെ വായിക്കാതെ. യോഹന്നാൻ്റെ സുവിശേഷം 4-ാം അധ്യായത്തിൻ്റെ 23-ാം വാക്യം, 22, 23. നിങ്ങൾ അറിയാത്തതിനെ നമസ്കരിക്കുന്നു, ഞങ്ങളോ അറിയുന്നതിനെ നമസ്കരിക്കുന്നു. പിന്നെ രക്ഷ യഹൂദന്മാരുടെ ഇടയിൽ നിന്നല്ലോ വരുന്നത്, സത്യനമസ്കാരികൾ വരുന്നു, ഇപ്പോൾ വന്നുമിരിക്കുന്നു. സത്യനമസ്കാരികൾ ആരാധിക്കേണ്ടത് ആരെയാണെന്നും ആരാധിക്കുന്ന നാഴിക വരുന്നു എന്നും ഇപ്പോൾ വന്നിരിക്കുന്നു. ഇപ്പോൾ അതൊക്കെ വലിയ അർത്ഥവത്തായിട്ടുള്ള വാക്കാണ് അല്ലേ? ആരാധനയ്ക്ക് യോഗ്യനായുള്ളവനാണ് മുമ്പിൽ നിൽക്കുന്നത് അല്ലേ? യേശു തന്നെയാണ് ആരാധനയ്ക്ക് യോഗ്യൻ. ഹല്ലേലൂയ. അപ്പോൾ നമ്മളറിയാം ആരെ ആരാധിക്കരുത് എന്ന് നമ്മൾ കഴിഞ്ഞ ദൈവവചനത്തിലൂടെ നമ്മൾ ചിന്തിച്ചു. ആരെ ആരാധിക്കണമെന്നും ചിന്തിച്ചു. ആരാധിക്കേണ്ടത് ഒന്ന് പിതാവിനെ വേണം ആരാധിക്കാൻ, മറ്റൊന്ന് സൃഷ്ടിതാവിനെ വേണം ആരാധിക്കാൻ അല്ലേ? അതാണ് നമ്മളെ സൃഷ്ടിച്ച ദൈവത്തിൻ്റെ മുൻപാകെ നമ്മൾ നമസ്കരിക്കണം, ആരാധിക്കണമെന്നാണ്. സത്യനമസ്കാരികൾ പിതാവിനെ വേണം ആരാധിക്കാൻ. അപ്പോൾ യേശുവിനെ ആരാധിക്കുന്നത് ശരിയാണോ? യേശു പിതാവാണോ? കേവലം പുത്രൻ മാത്രമല്ലേ? ഇങ്ങനെയെല്ലാം ഉള്ള ചോദ്യങ്ങൾക്കെല്ലാം നമ്മൾ മറുപടി കണ്ടെത്തുകയും നമ്മൾ ആരാധിക്കുകയും ചെയ്യുന്നവരാണ്. യേശുവാണ് ഈ ആരെ ആരാധിക്കണമെന്നുള്ള അതിന് മറുപടി, വ്യക്തമായിട്ട് മറുപടി കൊടുക്കാൻ യോഗ്യനാരാ? യേശുവാണ് അല്ലേ? കാരണം പിതാവിനെ ആരാധിക്കണമെങ്കിൽ നമുക്ക് മാർഗം മറ്റൊന്നുമില്ല. പിതാവ് ആരാണെന്ന് കണ്ടുപിടിക്കണം. അത് കണ്ടുപിടിക്കാൻ ഉള്ള പ്രത്യേക കഴിവുകളോ ഒന്നും നമുക്കാർക്കും ഇല്ല. ആരാണെന്ന് നമുക്ക് എങ്ങനെ മനസ്സിലാക്കാൻ കഴിയുമെന്നുള്ള ചോദ്യത്തിന് മറുപടിയാണ് മത്തായിയുടെ സുവിശേഷം 11-ാം അധ്യായത്തിൻ്റെ എത്രയാ, 27 വായിച്ചു. എന്റെ പിതാവ് സകലവും എങ്കൽ പരമേൽപ്പിച്ചിരിക്കുന്നു. അവിടെയാണ് ശ്രദ്ധിക്കേണ്ടത്. പിതാവല്ലാതെ ആരും പുത്രനെ അറിയുന്നില്ല. സത്യത്തിൽ അത് ഒരു 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 അർത്ഥശൂന്യമായിട്ടുള്ള വാക്കായിട്ട് തോന്നാവില്ലേ? പുത്രൻ എന്ന് ഉള്ള പിതാവല്ലാതെ ആരും പുത്രനെ അറിയുന്നില്ല. പിന്നെ പുത്രൻ വെളിപ്പെടുത്തി കൊടുക്കുവാൻ ഇച്ഛിക്കുന്നവനുമല്ലാതെ ആരും പിതാവിനെ അറിയുന്നില്ല. അപ്പൊ പിതാവിനെ അറിയാനുള്ള ഏക മാർഗം എന്താ? പുത്രൻ വെളിപ്പെടുത്തിയ കാര്യം വിശ്വസിച്ച് അങ്ങ് പോയാൽ മതി. അല്ലാതെ സ്വന്തമായിട്ട് പിതാവിനെ ഒന്നും ഉണ്ടാക്കി നമുക്ക് കാണാൻ പറ്റിയല്ലോ. പറ്റുമോ? പിതാവിനെ കാണിച്ചതാ പറഞ്ഞത്. യേശു എന്താ പറഞ്ഞത്? ഞാൻ ഇത്ര കാലം നിന്നോട് കൂടെ ഇരുന്നിട്ട് നീ എന്നെ അറിയുന്നില്ലേ? അതിൻ്റെ അർത്ഥം എന്തുവാ? എന്നെ അറിഞ്ഞാൽ എൻ്റെ പീരിപ്പോസ്, നിന്റെ വലിയ പോസൊക്കെ അങ്ങ് മാറും. എന്നെ അറിയേണ്ട വിധത്തിൽ അറിഞ്ഞാൽ നീ ഒരു പക്ഷെ പണ്ഡിതനായിരിക്കാം, പണ്ഡിതനാണെന്നാണ് ഒരു വെയ്പ്പ് അല്ലേ? പക്ഷേ പീലിപ്പോസിന് പിതാവിനെ കാണണമെന്ന് വലിയ ആഗ്രഹമുണ്ട്. കാണിച്ചു തന്നാൽ മാത്രം മതിയെന്ന് ഫിലിപ്പോസ് പറഞ്ഞു. യേശു അതിന് കൊടുത്ത മറുപടി എന്തുവാ? എന്നെ കണ്ടവൻ പിതാവിനെ കണ്ടിരിക്കുന്നു. എന്നെ അറിയും, പിതാവിനെ കണ്ടുമിരിക്കുന്നു എന്ന് പറഞ്ഞു അല്ലേ? എന്നിട്ട് എന്താ പറഞ്ഞത്? വേറെ പിതാവിനെ എങ്ങനെ കാണിച്ചു തരും? അപ്പൊ അതിന്റെ അർത്ഥം എന്തുവാ? യേശു കള്ളം പറയുമോ? ഇല്ല. അതിന്റെ അർത്ഥം എന്തുവാ? വേറെ പിതാവില്ല എന്നാ അതിന്റെ അർത്ഥം. യേശു അല്ലാതെ മറ്റൊരു പിതാവിനെ കാണാൻ ഈ ലോകത്തിൽ ഒരു മനുഷ്യനും കഴിയില്ലെന്ന് അതിന്റെ അർത്ഥം. കാരണം അവിടെ യേശു വെളിപ്പെടുത്തുകയാ. പിതാവിനെ വെളിപ്പെടുത്തേണ്ടത് ആരാ? പുത്രനാണ്. പുത്രൻ അവിടെ വെളിപ്പെടുത്തുകയാ. എന്നെ കണ്ടവൻ പിതാവിനെ കണ്ടിരിക്കുന്നു. എന്നെ കാണേണ്ട പോലെ കണ്ടിട്ടില്ലാത്തവൻ പിതാവിനെ ഒരിക്കലും കാണാൻ പറ്റില്ല. എന്നെ വിശ്വസിച്ചാൽ പിതാവിനെ വിശ്വസിക്കുന്നു. ഹല്ലേലൂയ. ഇത് വ്യക്തമായിട്ട് വെളിപ്പെടുത്തി കഴിഞ്ഞപ്പോൾ നമ്മൾ ആരുടെ അടുക്കൽ പോയാൽ മതി?
യേശുവിൻ്റെ അടുക്കൽ മാത്രം പോയാൽ മതി. യേശുവിനെ അങ്ങോട്ട് പുത്രനായിട്ട് മാത്രം മാറ്റി നിർത്തിയിട്ട് വേറൊരു പിതാവിനെ തേടിപ്പോയാൽ, വേറൊരു പിതാവിനെ തപ്പി നടന്നാൽ നീ തോറ്റു തൊപ്പിയിടുകയുള്ളൂ. അല്ലേ? യേശുവിലൂടെ അല്ലാതെ, യേശുവിനെ അല്ലാതെ മറ്റൊരു പിതാവിനെ തപ്പി നടക്കുന്നവര് എന്ത് ചെയ്യും? തോറ്റു തൊപ്പിയിടും. ഒരിക്കലും കാണാൻ പറ്റില്ല. ഹല്ലേലൂയ. ഒരു വലിയ പദവിയാണ് ദൈവമക്കളെ നമുക്ക് കിട്ടിയിരിക്കുന്നത്. വലിയ പദവിയാ. ഈ പദവി കിട്ടുക ഇതിനേക്കാൾ വലിയ സമ്പത്തൊന്നുമില്ല. ഹല്ലേലൂയ. എന്റെ സമ്പത്തൊന്നു ചൊല്ലുവാൻ വേറെയില്ലൊന്നും, യേശു മാത്രം സമ്പത്താകുന്നു. എന്റെ സമ്പത്ത് വേറെയില്ലൊന്നും, യേശു മാത്രം. വാനലോകമതിൽ ചെന്നു ചാവിനെ വെന്നുയർത്താവൻ. വാനലോകം അതിൽ ചെന്നു സാധു എന്നെ ഓർത്തു നിത്യം താതനോടു യാചിക്കുന്നു. സാധു എന്നെ ഓർത്തു നിത്യം സോറി വേറെയില്ലൊന്നും, യേശു മാത്രം. ഓ തൻ്റെ പേർക്കായി സർവസമ്പത്തും യാഗമായി വെച്ചിട്ടെന്നേക്കും തന്നിൽ പ്രേമമായി. തൻ്റെ പേർക്കായി സർവസമ്പത്തും യാഗമായി വെച്ചിട്ടെന്നേക്കും തന്നിൽ പ്രേമമായി. തൻ്റെ വേല ചെയ്തുകൊണ്ടും തൻ്റെ ക്രൂശു ചുമന്നിട്ടും, തൻ്റെ വേല ചെയ്തുകൊണ്ടും തൻ്റെ ക്രൂശു പ്രാണപ്രിയൻ സേവയിൽ എന്നായുസെല്ലാം കഴിക്കണം. പ്രാണപ്രിയൻ സേവയിൽ എന്നായുസെല്ലാം കഴിക്കണം. എൻ്റെ സമ്പത്തെന്നു ചൊല്ലുവാൻ വേറെയില്ലൊന്നും, യേശു മാത്രം സമ്പത്താകുന്നു. എൻ്റെ സമ്പത്തെന്നു ചൊല്ലുവാൻ വേറെയില്ലൊന്നും. ഹല്ലേലൂയ, ഹല്ലേലൂയ. അപ്പൊ യേശുവിനെ അറിഞ്ഞാൽ നമുക്ക് സർവ്വമായി. എന്നെ കണ്ടവൻ പിതാവിനെ കണ്ടിരിക്കുന്നു, ഞാനും പിതാവും ഒന്നെന്ന് പറഞ്ഞാൽ രണ്ടാണെന്ന് പറഞ്ഞു നടക്കാൻ നമുക്ക് അതാ, പിതാവും പുത്രൻ രണ്ടാണെന്ന് പറഞ്ഞു നടക്കാൻ നമുക്ക് അവകാശം ഇല്ല. അതാരെ കൊണ്ട് പറയിപ്പിക്കുന്നു? സാത്താൻ്റെ പരിപാടി എന്തുവാ? അവൻ കള്ളനും അപ്പനും കളയാ. അപ്പൊ അവന് ഒത്തിരി മക്കളുണ്ടാകും. ഈ മക്കളെല്ലാം കൂടി പറയുന്നത് ഞാനും പിതാവ് ഒന്നാണെന്ന് സത്യവചനം പറയുമ്പോൾ ആ സത്യവചനത്തെ മറച്ച് അല്ല, അത് പറഞ്ഞൊന്നും ഞങ്ങൾ സമ്മതിക്കുകയില്ല, രണ്ടാണ്. കാരണം മാനുഷ്യമായി ചിന്തിച്ചാൽ അപ്പനും മകനും രണ്ടല്ലേ. നമ്മളോട് സാറിന് ചോദിക്കുന്നത് കേട്ടോ, നിങ്ങൾക്ക് തന്നെ നിങ്ങളുടെ മകനാകാൻ പറ്റുമോ? നിങ്ങളുടെ മകൻ തന്നെയാണോ നിങ്ങൾ? നിങ്ങളുടെ മകനും നിങ്ങളും രണ്ട് വ്യക്തികൾ അല്ലേ? ന്യായമായിട്ടുള്ള ചോദ്യമാണോ? ന്യായമാണോ? ആ, ന്യായമായിട്ടുള്ള ചോദ്യം തന്നെയാ, ന്യായമായിട്ടുള്ള ചോദ്യമാണ്. കാരണം നമുക്ക് സാധിക്കില്ല. എനിക്ക് എൻ്റെ മകനാകാൻ പറ്റുമോ? എനിക്ക് അതുപോലെ എൻ്റെ മകനെ ഞാനാകാൻ പറ്റുമോ? ഞങ്ങൾ രണ്ടുപേരല്ലേ? അല്ലേ? അതെ. മനുഷ്യന് കഴിയില്ല. അത് ബൈബിൾ പറയുന്നുണ്ട്, മനുഷ്യന് സാധ്യമല്ല. എന്നാൽ മറ്റൊരു വാക്യമുണ്ട്, മനുഷ്യന് സാധ്യമല്ലാത്തത് മുഴുവൻ സാധ്യമാകുന്ന ഒരു വ്യക്തിയുണ്ട്, ദൈവം. ദൈവത്തിന് അപ്പനും മകനും ആകാൻ കഴിയും. അതില്ല എന്ന് പറയുവാൻ ഒരുത്തരും ഇവിടെ ഇല്ല. ഹല്ലേലൂയ. അപ്പനും മകനുമായിട്ട് ദൈവത്തിന് പ്രവർത്തിക്കാൻ കഴിയില്ലെന്ന് പറയാൻ തൻ്റെ ഉള്ള ഒരുത്തരും ഈ ഭൂമുഖത്തില്ല. ഈ കാര്യത്തിൽ നമുക്ക് വെല്ലുവിളിക്കാൻ കഴിയും, അല്ലേ? ഹല്ലേലൂയ. അപ്പൊ നമ്മളാണ് അറിഞ്ഞ് ആരാധിക്കുന്നത്, ആരെ ആരാധിക്കണമെന്ന്.
ഹല്ലേലൂയ, ഹല്ലേലൂയ. നമ്മൾ അറിഞ്ഞ് ആരാധിക്കുന്നവരാ. അവിടെയാണ് മഹത്വം. ദൈവത്തിന്റെ ദാസൻ പറഞ്ഞു, ഞങ്ങൾ അവന്റെ മഹിമ കണ്ടവൻ ആരാധിക്കാതിരിക്കാൻ പറ്റില്ല. ഹല്ലേലൂയ, ദൈവത്തിന് സ്തോത്രം. പൗലോസ് പറഞ്ഞു, ഞാൻ ആരെ വിശ്വസിച്ചിരിക്കുന്നു എന്ന് ഞാൻ അറിയുന്നു, അവൻ എൻ്റെ ഉപനിധിയാണ്. ആ ദിവസം വരെ അവൻ സൂക്ഷിപ്പാൻ ശക്തനാണെന്ന് ഞാൻ ഉറച്ചിരിക്കുകയാണ്. ഉറപ്പിന്റെ പുറത്താണ് ഈ ഉറപ്പിച്ചതാരാ? പറഞ്ഞു ആന്റി, ആരാ? ക്രിസ്തുവാണ്. എങ്കിലും ബൈബിള് പറയുന്ന കേട്ടവർ നമുക്ക് ഉറപ്പിച്ചു തന്ന, അങ്ങനെ ഒരു വാക്കുണ്ടല്ലേ. ആരാ കേട്ടത്? കർത്താവിൽ നിന്ന് നേരിട്ട് കേട്ടത് ആരാ? അപ്പോസ്തലന്മാരാ. കേട്ടവർ നമുക്ക് ഉറപ്പിച്ചു തന്ന വലിയ ഈ രക്ഷയുണ്ടല്ലോ, ഈ വലിയ രക്ഷ, ഹല്ലേലൂയ. ഇത്ര വലിയ രക്ഷയെ ഗണ്യമാക്കാതെ പോയാൽ എങ്ങനെ തെറ്റി ഒഴിയും? ഹല്ലേലൂയ. ഇതൊരു ഭാഗ്യ പദവിയാണെന്നേ. ഹല്ലേലൂയ. നമ്മളവ അറിഞ്ഞ് ആരാധിക്കുന്നത്, മറ്റുള്ളവരൊക്കെ അറിയാതെ. ഈ പൗലോസ്ലീഹ അതേനയിൽ ചെന്നപ്പം ഒരു കാഴ്ച കണ്ടു. എന്താ കണ്ടത്? അവിടെ സ്ഥലങ്ങളിലെല്ലാം, ആ സ്ഥലങ്ങളിലെല്ലാം നോക്കിയപ്പോൾ എല്ലാ ദേവന്മാർക്കും ഓരോ കല്ലുണ്ട്. ഓരോ കല്ല്, ഓരോ ദേവന്മാരുടെ പേരിൽ ഓരോ കല്ലുകൾ വെച്ചിരിക്കുക. എന്നിട്ട് അതിൻ്റെ മുൻപിൽ ഒരു തിരിയൊക്കെ കൊളുത്തി വെച്ചിരിക്കുക. എല്ലാവരും ഓരോ ദൈവന്മാരെ ഇങ്ങനെ ആരാധിക്കാനായിട്ട് അവിടെ ആ പൂജാസ്ഥലങ്ങൾ, അവരുടെ പൂജാസ്ഥലങ്ങൾ, ആരാധനാ സ്ഥലങ്ങളൊക്കെ അനേക ദൈവങ്ങളെ കൊണ്ട് അങ്ങ് നിറഞ്ഞിരിക്കുക. അങ്ങനെ പൗലോസ് അവിടെ എല്ലാം ഒന്ന് ചുറ്റിക്കറങ്ങി എല്ലാം ഒന്ന് നോക്കി ശ്രദ്ധിച്ചപ്പോൾ പൗലോസിന്റെ കണ്ണിൽ ഒരു കാര്യം പെട്ടു. എന്താ? വായിച്ച ചോദിച്ചോരാ ആ ഭാഗം ഒന്ന് വായിച്ചേ. അപ്പോസ്തല പ്രവൃത്തി എടുത്ത് വായിച്ചു. ആ വാക്യം കൂടെ പറഞ്ഞിട്ട് വായിക്കണം. പതിനേഴ് 20 അവിടെ പൗലോസ് ഈ വേദിക്കല്ലൊക്കെ സ്ഥാപിച്ചു, ധാരാളം ദേവന്മാരുടെ പേരിൽ, ദൈവങ്ങളുടെ പേരിൽ അവിടെ കല്ലുകളൊക്കെ സ്ഥാപിച്ചു വെച്ചിരിക്കുന്ന പൂജാസ്ഥലം കണ്ടിട്ട് പറഞ്ഞു, നിങ്ങൾ എല്ലാറ്റും അതിഭക്തന്മാരാണ്. അവിടെ പൗലോസ് അവരെ കളിയാക്കിയോ? പരിഹസിച്ചോ? ഇല്ല. അത് കണ്ടിട്ട് തനിക്ക് ഒരു കാര്യം മനസ്സിലായി, എന്താ? ഭക്തന്മാരാണെന്ന്. നമുക്കറിയാം, നമ്മൾ പോകുന്ന അവസരത്തിൽ റോഡിൽ പോകുന്ന ഏതെങ്കിലും ഒരു പള്ളി കണ്ടാൽ കത്തോലിക്ക അല്ലെങ്കിൽ മറ്റ് നാമധേയ ക്രിസ്ത്യാനികൾ എന്ത് ചെയ്യുക? പള്ളിയുടെ അവിടെ ചെല്ലുമ്പോൾ എന്ത് ചെയ്യും? അതെന്തുകൊണ്ടാ? അവർക്കുള്ളിലൊരു ഭയമുണ്ട് അല്ലേ? ആ ഭയത്തിൽ അത് നമുക്ക് പരിഹസിക്കാൻ പാടുണ്ടോ? ചിലപ്പോൾ നമ്മളായിരിക്കും ഇപ്പുറത്തിരിക്കുന്നത്, ഉണ്ടോ? നമ്മൾ പറഞ്ഞു വെക്കാൻ പാടുണ്ടോ? അവരുടെ വിശ്വാസം പോലെ. ഞാൻ ആ സീറ്റിൽ ഇരിക്കുകയാണെങ്കിൽ അവർ ഇങ്ങനെ അങ്ങോട്ട് നോക്കി ഇങ്ങനെ ഇരിക്കുകയാണെങ്കിൽ ഞാൻ ഒന്നോതും കൊടുക്കും. അവരുടെ ആ വിശ്വാസമാണ്. അവരുടെ ഭക്തന്മാരാ, ദൈവഭക്തന്മാരാ അവർ. അല്ലെന്ന് പറയാൻ പറ്റുമോ? ഇല്ല. വായിച്ചേ. നിങ്ങൾ അതിഭക്തന്മാരെന്ന് ഞാൻ കാണുന്നു. ഞാൻ ചുറ്റി നടന്ന് നിങ്ങളുടെ പൂജാസ്ഥാനങ്ങളൊക്കെ ഞാനൊന്ന് നോക്കി, ഒന്ന് ചുറ്റി നടന്നൊന്ന് നോക്കി. അജ്ഞാത ദേവന് എന്നെഴുതിയ എഴുത്തുള്ള ഒരു വേദിക്കല്ല് കണ്ടു. എന്നാൽ നിങ്ങൾ അറിയാതെ പൂജിക്കുന്നത് തന്നെ, നിങ്ങൾ അറിയാതെ പൂജിക്കാൻ വേണ്ടി ഇവര് എന്താ ആഗ്രഹിച്ചത്? അവർക്കറിയാവുന്ന ദേവന്മാരുടെ എല്ലാം പേരിൽ കല്ലുകളുണ്ട് അല്ലേ? ഇനി അവർക്കറിയാൻ പാടില്ലാത്ത ഏതെങ്കിലും ഒരു ദേവനുണ്ടെങ്കിൽ അവനും കൂടെ ഒരു കല്ലിരിക്കട്ടെ, അവന്റെ ശാപം നമുക്ക് വരരുതല്ലോ, അതിനും കൂടെ ഒരു കല്ലിരിക്കട്ടെ എന്ന് പറഞ്ഞ് അവിടെ അജ്ഞാത ദേവൻ എന്ന മേലെഴുത്തുള്ള ഒരു വേദിക്കല്ല് കണ്ടു. നിങ്ങൾക്ക് അജ്ഞാതമായിരിക്കുന്ന ഒരു ദൈവമുണ്ട്. അതാണ് എൻ്റെ സുവിശേഷം. ഹല്ലേലൂയ. വായിച്ചേ.
ഞാൻ നിങ്ങളോട് അറിയിക്കുന്നു, ലോകവും അതിലുള്ളതൊക്കെയും ഉണ്ടാക്കിയ ദൈവം സ്വർഗത്തിനും ഭൂമിക്കും നാഥനാകൊണ്ട് കൈപ്പണിയായ ക്ഷേത്രങ്ങളിൽ വസിക്കുന്നില്ല. ഒരു പള്ളിയിലും ഒരമ്പലത്തിലും ഒരു മനുഷ്യന്റെ കരങ്ങൾ കൊണ്ട് നിർമ്മിച്ച ഒരിടത്തും ജീവനുള്ള ദൈവം വസിക്കുന്നില്ല എന്ന് തന്നെയാണ് നമ്മുടെ വിശുദ്ധ തിരുവചനം പറയുന്നത്. ഇതാണ് ഏറ്റവും പ്രശ്നം, ഇല്ലേ? അവിടെയും ദൈവമുണ്ട്, ഇവിടെയും ദൈവമുണ്ട് എന്ന് പറഞ്ഞാൽ പ്രശ്നമൊന്നുമില്ല. അപ്പോൾ വായിച്ചോ. താൻ എല്ലാവർക്കും ജീവനും ശ്വാസവും സകലവും കൊടുക്കുന്നു എന്ന് പറഞ്ഞാൽ ഇതെന്താ? ജീവനുള്ള സ്വർഗത്തെയും ഭൂമിയെയും സൃഷ്ടിച്ച ജീവനുള്ള ഒരു ദൈവമുണ്ടെന്നും അവന്റെ മൂക്കിലെ ജീവശ്വാസമാണ് ഇവിടെയുള്ള സകല മനുഷ്യരിലും. ആരുടെ? ജീവനുള്ള ദൈവത്തിന്റെ മൂക്കിലെ ജീവശ്വാസമാണ് നമ്മുടെ പ്രധാനമന്ത്രിയായിരിക്കുന്ന നരേന്ദ്രമോദിയുടെ മൂക്കിലും കേരളത്തിന്റെ മുഖ്യമന്ത്രിയായ പിണറായി വിജയന്റെ മൂക്കിലും ൂടെയും ശ്വസിക്കുന്ന ആ ശ്വാസം ആരുടെ വകയാ? ജീവനുള്ള ദൈവത്തിന്റെ ശ്വാസമാണ്. ഒരേ ദൈവത്തിന്റെ ശ്വാസമാണ്. ഒരാൾ ഈശ്വര വിശ്വാസിയാണെന്ന് പറഞ്ഞ് പ്രസിഡന്റ് നമ്മുടെ പ്രധാനമന്ത്രിയുണ്ട്. മറ്റൊരു വ്യക്തി ഈശ്വര വിശ്വാസിയല്ല, നിരീശ്വരവാദിയാണ്. ഈ നിരീശ്വരവാദിയിലും ഈശ്വര വിശ്വാസിയിലൂടെയും മൂക്കിലൂടെ ഓടുന്ന ഈ ജീവശ്വാസം കൊടുത്തത് ജീവനുള്ള ദൈവമാണെന്ന് നമ്മൾ വിശ്വസിക്കുന്നു. ഹല്ലേലൂയ. ആ ജീവനുള്ള ദൈവം ആരാണെന്ന് അറിഞ്ഞ് അവനെ ആരാധിക്കുക എന്നുള്ളതാണ് നമ്മുടെ ദൗത്യം. വായിച്ചോ, താഴ്ത്ത് വായിച്ചോ. താൻ എല്ലാവർക്കും ജീവനിശ്വാസവും സകലവും കൊടുക്കുന്നവനാകിയാൽ വല്ലതിനും മുട്ടുള്ളവൻ എന്ന പോലെ മനുഷ്യ കൈകളാൽ ശുശ്രൂഷ ആവശ്യപ്പെടുന്നതില്ല. ഭൂതലത്തിൽ എങ്ങും കുടിയിരിപ്പാൻ അവൻ ഒരുത്തരിൽ നിന്ന് ഭൂതലത്തിൽ എങ്ങും കുടിയിരിപ്പാൻ, എല്ലായിടത്തും പോയി കുടിയിരിക്കാൻ, എല്ലായിടത്തും പോയി താമസിക്കാൻ, എല്ലായിടത്തും പോയി വസിക്കാൻ ദൈവം സൃഷ്ടിച്ചത് ആരിൽ നിന്നാ? ഒരുത്തരിൽ നിന്നാ, അല്ലെ? ഒരുത്തരിൽ നിന്നുണ്ടായ വ്യക്തിയാണ് ഇവിടെയുള്ള പല കളറുകളിൽ കാണുന്ന വെളുത്തവനും കറുത്തവനും തവിട്ട് നിറക്കാരനായ ഇന്ത്യക്കാരനും കറുത്ത നിറക്കാരനായ ആഫ്രിക്കക്കാരനും വെളുത്ത നിറക്കാരനായിരിക്കുന്ന പാശ്ചാത്യനും. ഇതെല്ലാം ആരുടെ സന്തതിയാ? ഒരൊറ്റ അപ്പന്റെ മക്കളാ. ഒരൊറ്റ അപ്പന്റെ സിരകളിലൂടെ ഒഴുകിയ അതേ രക്തമാണ് ഇവിടുത്തെ സകല മനുഷ്യർക്കും അവരുടെ സിരകളിലൂടെ ഒഴുകുന്നതെന്ന് പറയുന്ന ഒരേ ഒരു ഗ്രന്ഥമേ ഉള്ളൂ, അത് വിശുദ്ധ ബൈബിളാണ്. ഹല്ലേലൂയ. അവൻ എല്ലാവർക്കും ജീവനും എല്ലാവർക്കും ശ്വാസവും കൊടുത്ത് ഭൂതലത്തിലൊക്കെയും കൂടിയിരിപ്പാൻ അവൻ ഒരുത്തരിൽ നിന്ന് മനുഷ്യജാതികളെയൊക്കെ ഉളവാക്കി. പിന്നെ അവരുടെ നിവാസത്തിന് അവർ താമസിക്കാൻ വേണ്ടി അതിരുകള് കാലങ്ങളും വെച്ചു. അപ്പൊ ഇന്ത്യക്കാർക്ക് ഒരതിരുണ്ട്, പാകിസ്ഥാനിൽ ഒരു അതിരുണ്ട്, ഇസ്രയേലിന് ഒരു അതിരുണ്ട്. ഇതെല്ലാം ദൈവം കൽപ്പിച്ചാക്കിയതാ. അതിരുകളും പിന്നെ കാലങ്ങൾ. എത്ര വയസ്സ് വരെ ജീവിക്കുമെന്ന് നമുക്ക് ആർക്കെങ്കിലും പിന്നെ പ്രവചിക്കാൻ പറ്റുമോ? ഇല്ല. എങ്ങു പോകും മരിച്ചാൽ ഈ ക്ഷണം നീ ഒന്ന് ചിന്തിച്ചിടുമോ? എങ്ങു പോകും മരിച്ചാൽ ഈ ക്ഷണം നീ ഒന്ന് ചിന്തിച്ചിടുമോ? എങ്ങു പോകും മരിച്ചാൽ നിനക്കുണ്ടോ സ്വർഗമതിയിലൊരിടം? എങ്ങു പോകും മരിച്ചാൽ നിനക്കുണ്ടോ സ്വർഗമതിയിലൊരിടം? കണ്ണു കാണുന്ന നേരം പരനെ നീ നന്നായി അറിഞ്ഞിടയിൽ. കണ്ണു കാണുന്ന നേരം പരനെ നീ നന്നായി അറിഞ്ഞിടയിൽ. കണ്ണു കാണാതെ വരും സമയമുണ്ടെന്നതും ഓർമ്മ വേണം. കണ്ണു കാണാതെ വരും സമയമുണ്ടെന്നതും ഓർമ്മ വേണം. ഇന്നു നിൻ പ്രാണനെ താൻ ചോദിക്കുകിൽ എന്തു ചെയ്യാൻ കഴിയും?
ഇന്നു നിൻ പ്രാണനെത്താൻ ചോദിക്കുകയിൽ എന്തു ചെയ്യാൻ കഴിയും? വന്നുകൊള്ളാം ഒരിക്കൽ എന്നുരപ്പാനാവതുണ്ടോ നിനക്ക്? വന്നുകൊള്ളാം ഒരിക്കൽ എന്നുരപ്പാനാവതുണ്ടോ നിനക്ക്? ഇന്ന് നമ്മുടെ പ്രാണനെ കർത്താവ് ചോദിച്ചാൽ, കർത്താവ് എനിക്ക് ചില കാര്യങ്ങൾ കൂടി ഇവിടെ ചെയ്ത് തീർക്കാനുണ്ട്, ഞാൻ പിന്നെ വന്നോളാം. നടക്കുവോ? നടക്കുകയില്ല. ഓരോരുത്തർക്ക് എന്ത് വെച്ചിട്ടുണ്ട്? അതിരുകളും കാലങ്ങളും വെച്ചിട്ടുണ്ട്. ആര് വെച്ചതാ? ദൈവം വെച്ചതാ. ഞാൻ എന്ന ലോകത്തോട് യാത്ര പറയണമെന്ന് നിശ്ചയിക്കുന്ന ആരാ? ദൈവമാണ്. നമ്മൾ ഓരോരുത്തരും എന്ന് യാത്ര പറയണം എന്ന് തീരുമാനിക്കുന്ന ദൈവമാണ്. നമുക്കൊരല്പായുസ് മാത്രമേ ഉള്ളൂ. ഈ ആയുസ്സിൽ വേണം ആരാധിക്കേണ്ടവനെ ആരാധിക്കാൻ. ദൈവത്തെ 2ഉം 3ഉമായിട്ട് വെട്ടി മുറിച്ചുകൊണ്ട് നീ ആരാധിക്കുകയാണെങ്കിൽ അവിടെ ശാപമാണ്. ദൈവരാജ്യത്തിലേക്ക് പോകാൻ പറ്റില്ല. ദൈവം ആരെന്നറിഞ്ഞ് അവനെ ആരാധിക്കുവാൻ വേണ്ടിയാണ് യേശുവിന്റെ വിലപ്പെട്ട രക്തം. നമ്മളിന്ന് കേട്ടു, ടിൻഡുവിൽ നിന്ന് കേട്ടു, യേശുവിന്റെ വിലപ്പെട്ട രക്തം കൊടുത്ത നമ്മളെ വിലയ്ക്ക് വാങ്ങിയത്. ആ ബോധം നമുക്കുണ്ടാകണം. അവന്റെ രക്തം കൊടുത്താണ്. എങ്ങനെയുള്ള രക്തം? പാപമില്ലാത്ത രക്തം. ഹാവേലിന്റെ രക്തത്തെക്കാൾ ഗുണകരമായി സംസാരിക്കുന്ന പുണ്യാഹ രക്തം. ആ രക്തം കൊടുത്ത് നമ്മളെ വീണ്ടെടുത്തുക. ഹല്ലേലൂയ. കുഞ്ഞാട്ടിൻ തീരു രക്തത്താൽ. ഹല്ലേലൂയ. എല്ലാവർക്കും ധ്യാനിച്ചു പാടാം. ഓ ഗ്ലോറി. കൂടിടും ആനന്ദം പാടിടും എന്നെ യേശു രാജൻ മുൻപാകെ. ഹല്ലേലൂയ. ഗ്ലോറി ടു ഗോഡ്. ഹല്ലേലൂയ. ഹല്ലേലൂയ. കുഞ്ഞാടിന്റെ രക്തത്താൽ നമ്മളെ വീണ്ടെടുത്തിരിക്കുകയാണ് എന്ന് നമ്മളിന്ന് സന്ദേശം കേട്ടു. ഹല്ലേലൂയ. അതുകൊണ്ട് നമുക്ക് പ്രത്യാശയുണ്ട്. മനോഹരമാം സിയോനിൽ അന്ന് നമ്മൾ പാടും. ലോകത്ത് ഉള്ള വിശുദ്ധന്മാരെല്ലാം ചേർന്ന് മനോഹരമായ ഗാനം. ആരുടെ പാട്ട് പാടുമെന്നാ? പിതാവിൻ്റെ പാട്ട് പാടുമെന്നാണോ? പിന്നെ കുഞ്ഞാടിൻ്റെ പാട്ട് പാടും. അവന്റെ മുഖം കണ്ട് ഇന്ന് നമ്മൾ ഞങ്ങൾ വിശ്വാസത്താൽ ആരാധിക്കുന്നു. അന്ന് മുഖം കണ്ട് ആരാധിക്കുന്നു. എന്ന് മനോഹരമാണ്. ആ ദിവസത്തിന് വേണ്ടിയാണ് നമ്മൾ കാത്തിരിക്കുന്നത്, അല്ലേ? ഹല്ലേലൂയ. ആ ദിവസത്തിന് വേണ്ടിയാണ്. വിശ്വാസത്താൽ നമ്മൾ ഇന്ന് ആരാധിക്കുക. നാളെ നേരിട്ട് അവന്റെ മുഖം കണ്ട് ആരാധിക്കും. ഹല്ലേലൂയ. അപ്പൊ ആരാധിക്കേണ്ടവനെ ആരാധിക്കേണ്ട വിധത്തിൽ ആരാധിക്കണം. ദൈവത്തെ 2ഉം 3ഉമായിട്ട് വെട്ടിമുറിച്ചൊന്നും ആരാധിക്കരുത്. അത് ദോഷമാണ്. അപ്പനെ 3ആക്കി വെട്ടിമുറിച്ച് കുറച്ചു ഭാഗം പിതാവിനും കുറച്ചു ഭാഗം പുത്രനും കുറച്ചു ഭാഗം പരിശുദ്ധാത്മാവിനും കൊടുത്ത് 3ആയിട്ട് വെട്ടിമുറിച്ച് ആരാധിക്കാൻ നിനക്ക് കൽപ്പന തന്ന ആരാ? പറയാവോ? ഇങ്ങനെ കൽപ്പന തന്ന ആരാ? സാത്താനാ. കാരണം എന്താ? സാത്താൻ കൊലപാതകനാ. വെട്ടിമുറിക്കുന്ന പരിപാടി അവന്റെ കയ്യിലാണ് ഉള്ളത്, അല്ലേ? അവൻ കൊലപാതകനായതുകൊണ്ട് വെട്ടിമുറിച്ച് ആരാധന കാണത്തില്ലേ? ആരാധിക്കുന്നത് കാണത്തില്ലേ? പിതാവിനെ ആരാധിക്കുന്നു, പുത്രനെ ആരാധിക്കുന്നു, ആത്മാവിനെ ആരാധിക്കുന്നു. 3 വ്യക്തികളെ ആരാധിക്കുന്നു. അത് സമമായി ആരാധിക്കുന്നു. അവർ 3 പേര് സമന്മാരാണ്. ഇതെവിടെ കിട്ടിയതാ? ആ വെട്ടി മുറിക്കാൻ പഠിപ്പിക്കുന്ന കൊലപാതകന്റെ പക്കൽ നിന്ന് ഇവിടുത്തെ ബന്ധക്കോസുകാരുടെ പോക്കറ്റിൽ ഇട്ടുകൊടുത്ത ഒരു സാധനമായത്. അവർ തുള്ളുകയാണ്. അവർ അന്യഭാഷ പറയുന്നുണ്ട്, അവർ ആരാധിക്കുന്നുണ്ട്, അവർ ഗോത്രകാഴ്ച ഇടുന്നുണ്ട്, എല്ലാ കാര്യങ്ങളും ചെയ്യുന്നുണ്ട്. പക്ഷെ ആരാധിക്കേണ്ടവനെ അറിഞ്ഞ്, ഹല്ലേലൂയ, ദൈവം എത്രയുണ്ടെന്ന് അറിഞ്ഞ്, അവൻ ആരാണെന്നറിഞ്ഞ് അവന്റെ പേരിൽ തന്നെ ആരാധിക്കണം. ഹല്ലേലൂയ. അവനൊരു പേരേ ഉള്ളൂ. അതേ ആ പേരേതാ? യേശു എന്നുള്ളതാ. ഈ യേശുവിന്റെ നാമത്തിന്റെ പ്രത്യേകത എന്താ? നമുക്കറിയാം, രക്ഷ അവന്റെ നാമത്തിലാണ്. അത് തന്നെ. സ്വർഗത്തിലും ഭൂമിയിലും പാതാളത്തിലുമുള്ള എല്ലാ നാമത്തേക്കാൾ മേലായ നാമമാണ് യേശുവിന്റെ നാമം. സ്വർഗത്തിൽ വേറെ പിതാവിന് വേറൊരു പേരുണ്ടെങ്കിലേ, ഇനി വേണ്ട, പഴയ നിയമത്തിലെ യഹോവ തന്നെ ആയിക്കോട്ടെ, യഹോവ എന്നൊരു പേരുണ്ടെങ്കിൽ പിതാവിന്റെ പേര് യഹോവ, അല്ലേ? അതുപോലെ തന്നെ ദൂതന്മാരുടെ പേരുണ്ട്, അല്ലേ? സ്വർഗത്തിൽ
ഉള്ള ദൂതന്മാരുടെയും സ്വർഗത്തിലും ഭൂമിയിലുള്ള ഏറ്റവും വലിയ ആളിപ്പോൾ ആരാ? എല്ലാവരും അംഗീകരിക്കുന്നത് ഇലോൺ മസ്ക് അല്ലേ? ഇലോൺ മസ്ക് ആണെന്നാ. ശരിയാ, പുള്ളി വലിയ ലോകത്തെയൊക്കെ നിയന്ത്രിക്കാൻ പര്യാപ്തമായിട്ടുള്ള പദ്ധതിയൊക്കെ പുള്ളി തയ്യാറാക്കുന്നുണ്ട്. പിന്നെ ലോകത്തിൻ്റെ പോലീസുകാരൻ എന്ന് പറയുന്ന ആരാ? അമേരിക്കയാണ്, ട്രംപാണ്. അത് ട്രംപിൻ്റെ പേര് എഴുതിക്കോ, ഇലോൺ മസ്കിൻ്റെ പേര് എഴുതിക്കോ. ഇനി വേണ്ട, നമ്മൾ മാറ്റിക്കളയേണ്ട നമ്മുടെ മോദിജിയുടെ പേരും എഴുതിക്കോ. ആരുടെയെല്ലാം പേരെഴുതിയാലും സ്വർഗത്തിലും ഭൂമിയിലും പാതാളത്തിലുമുള്ള സകല പേരുകളെ എഴുതി വെച്ചാലും അതിന്റെ മുകളിൽ നിൽക്കുന്ന പേര്, അതിന്റെ മേലായി നിൽക്കുന്ന പേര് യേശു എന്ന പേര്. ഹല്ലേലൂയ! അതിനെ വെല്ലുവിളിക്കുവാൻ സ്വർഗത്തിലും ഭൂമിയിലും പാതാളത്തിലുമുള്ള ഒരു ശക്തിക്കും കഴിയില്ല. ഹല്ലേലൂയ! അവനെയാണ് നമ്മൾ ആരാധിക്കുന്നത്. ഹല്ലേലൂയ! പ്രൈസ് ദി ലോർഡ്. നമ്മുടെ ഹൃദയമൊക്കെ പിടച്ച് വികസിക്കണം. കണ്ടമാനം വികസിച്ച് കഴിഞ്ഞാൽ ചിലപ്പോൾ അറ്റാക്ക് ഉണ്ടാകും അല്ലേ? ഹല്ലേലൂയ! എങ്കിലും എന്താ? ആരാധിക്കേണ്ടവനെ അറിഞ്ഞ് പിതാവിനെ ആരാധിക്കണം. പിന്നെ പൂന്ന് പറഞ്ഞു പോയി അല്ലേ? പിതാവിനെ ആരാധിക്കണം, പിന്നെ സൃഷ്ടാവിനെ ആരാധിക്കണം. സൃഷ്ടാവ് എന്ന നിലയിലും പിതാവ് എന്ന നിലയിലും പിതാവിനെ വെളിപ്പെടുത്തുന്നവരെ പുത്രൻ വെളിപ്പെടുത്തണം. പുത്രൻ വെളിപ്പെടുത്തിയോ? വെളിപ്പെടുത്തി. എന്നെ കണ്ടവൻ പിതാവിനെ കണ്ടിരിക്കുന്നു, വേറെ പിതാവിനെ കാണിച്ചു തരാൻ പറ്റില്ലെന്ന് സ്വർഗത്തിലെ കർത്താവ് പറയുമ്പോൾ പറ്റിക്കാൻ നടക്കുന്ന പാർട്ടികളുണ്ട്. വേറെ പിതാവിനെ കാണിക്കാൻ പറ്റില്ല എന്ന് പറയുമ്പോൾ പറ്റീരുമായിട്ട് നടക്കുന്ന പാർട്ടി പിശാച, കൊലപാതകനാണ്. ആമേൻ. അപ്പൊ നമ്മൾ അറിഞ്ഞ് ആരാധിക്കുക അല്ലേ? എന്തോ നമുക്ക് ഈ ലോകത്തിൽ ഭക്തന്മാരെ പണ്ട് പാടിയില്ലേ? പട്ടിണിയാകിലും ക്ലേശം സഹിക്കിലും ഓടും നിൻ പാതാ തേടി ലോകക്കാർ നിന്ദ്യമായി എണ്ണിയെന്നാകിലും ക്രൂശാണ് എനിക്കുള്ള നിക്ഷേപമേ. ലോകക്കാർ നിന്ദ്യമായി എണ്ണിയെന്നാകിലും ക്രൂശാണ് എനിക്കുള്ള നിക്ഷേപമേ. ഒരുങ്ങിടാം പ്രിയരേ മോദമായി, പ്രിയന്റെ ശബ്ദവും കേൾക്കാറായി. ഒരുങ്ങിടാം പ്രിയരേ മോദമായി, പ്രിയന്റെ ശബ്ദവും കേൾക്കാറായി. എനിക്ക് പാട്ട് വലിയ ഇഷ്ടമാണ് കേട്ടോ. പാടാൻ ട്യൂണില്ലെന്നുള്ളതുള്ളൂ. ഭാഗ്യത്തിന് നമ്മുടെ ഈ ഓഡിറ്റോറിയത്തിൻ്റെ അടുത്തെങ്ങും ആരും പശുവിനെ, ടൗൺ ആയതുകൊണ്ട് പശുവിനെ ഒന്നും വളർത്തുന്നവരോ കാണുകയില്ല. അതുകൊണ്ട് പാടണം. അല്ലെങ്കിൽ ഒറ്റ പശു ഇവിടെ നാട്ടിൽ കാണുകയില്ല. നമ്മൾ പിന്നെ പശുവിനെ മേടിച്ചു കൊടുക്കേണ്ടതായിട്ട് വന്നേനെ അല്ലേ? ഈ ടൗണിലൊക്കെ ആയതുകൊണ്ട് ഇവിടെ ആർക്കും പശുവൊന്നുമില്ല. എന്നാലും ഞാൻ പാടും. പാട്ടിൻ്റെ ട്യൂണിലൊന്നുമല്ല, എനിക്ക് ട്യൂണില്ലേലും എന്താ അങ്ങ് പാടിയേക്കും. ഹല്ലേലൂയ! കണ്ണ് പടച്ച് പാടണം. ഹല്ലേലൂയ! പാട്ട് പാടണം, ആരാധിക്കണം. അല്ലെങ്കിൽ നമ്മൾ പാട്ട് പാടുന്നത് യേശുവിന് വേണ്ടി തന്നെ പാടണം. ഹല്ലേലൂയ! നമ്മൾ വായിച്ചു, എവിടെ വരെ വായിച്ചു? അവർ ദൈവത്തെ തപ്പി നോക്കി. തപ്പി നോക്കി നടക്കുക, ദൈവത്തെ, പിതാവിനെ തപ്പി നടക്കുക. ഇപ്പം ബന്ധക്കോസുകാരല്ല. പിതാവിനെ തപ്പിട്ട കാര്യമൊന്നുമില്ല. പിതാവിനെ പുത്രൻ വെളിപ്പെടുത്തിയിട്ടുണ്ട് അല്ലേ? ആ വെളിപ്പെടുത്തി നിനക്ക് സൗകര്യമുണ്ട്, വിശ്വസിച്ച് ആരാധിച്ചു. വെളിപ്പെടുത്തിയത് വിശ്വസിക്കാൻ നിനക്ക് പറ്റുമെങ്കിൽ ആരാധിക്കേണ്ടവനെ ആരാധിച്ചു. ഹല്ലേലൂയ! അവർ തപ്പി നോക്കി കണ്ടെത്തുമോ എന്ന് വെച്ച് അവനെ അന്വേഷിക്കേണ്ടത് തന്നെ. പിന്നെ അവൻ നമ്മിലാർക്കും അകന്നിരിക്കുന്നവനല്ല. അവനെ തപ്പി നോക്കാൻ വേണ്ടി ഒരു മലയും കയറേണ്ട കാര്യമില്ല. കുരിശുമലയിലും പോകണ്ട. എടാ, ഹിന്ദുക്കൾക്ക് ഒരു മലയുണ്ടെങ്കിൽ, ശബരിമല ഉണ്ടെങ്കിൽ, ഞങ്ങൾ ക്രിസ്ത്യാനികൾ മോശക്കാരൊന്നുമില്ല. ഞങ്ങൾക്ക് എന്തുണ്ട്? കുരിശുമലയുണ്ട്. ഭയങ്കര വില്ലന്മാരാ കേട്ടോ ക്രിസ്ത്യാനികൾ. പണ്ട് ഓർക്കുന്നില്ലേ? ഗണപതി പാല് കുടിച്ച സന്ദർഭം ഓർക്കുന്നുണ്ടോ നിങ്ങൾ? നമ്മൾ ചിലർക്കൊക്കെ അറിയാം. കുറച്ച് വർഷങ്ങൾക്ക് മുമ്പ് പാല് കൊടുത്ത അവസരത്തിൽ ആ പാലെല്ലാം ഗണപതി കുടിച്ചെന്നാണ് പറയുന്നത്. അങ്ങനെ ഒരു ആഴ്ചയിൽ കുഞ്ഞു കുട്ടികൾക്ക് പാല് കൊടുക്കാൻ കിട്ടിയില്ല. കടകളിൽ ചെന്നപ്പോൾ പാലില്ല. പാലെല്ലാം എവിടെ കൊണ്ടുപോയി? ഗണപതിക്ക് കൊണ്ട് കൊടുത്തു. നമ്മുടെ ചരിത്രത്തിലുള്ള നമ്മൾ കഴിഞ്ഞ ദിവസം നമ്മൾ ജീവിച്ചിരുന്ന ഈ അടുത്ത നാളിൽ നടന്ന സംഭവം. അടുത്ത നാളെന്ന് പറഞ്ഞാൽ എനിക്ക് തോന്നുന്നു ഒരു 5-8 അങ്ങനെയാണെന്ന് തോന്നുന്നു, വർഷത്തിലാണ്.
ഗണപതി പാല് കുടിക്കുന്നു. പേപ്പറിലൊക്കെ വന്നതാ. നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് പാലൊന്നും ഇല്ലാതെ വന്നത്. അങ്ങനെ പാല് കൊണ്ട് കളഞ്ഞു. അപ്പം ക്രിസ്ത്യാനികൾ മോശക്കാരാണോ? ക്രിസ്ത്യാനികൾ മോശക്കാരല്ല. പാലക്കാട് റാണി കഞ്ചിക്കോട് ഇല്ലേ, മാതാവിൻ്റെ കണ്ണിൽ നിന്ന് തേൻ വരുന്നു, അതുപോലെ ഉപ്പ് വരുന്നു. പരിശോധിച്ചപ്പോൾ തലയ്ക്കകത്ത് ഉപ്പ് കല്ലിട്ടുണ്ടാകും. ഉപ്പ് കല്ല് അങ്ങനെ ഇട്ടാൽ മതി, വെള്ളമൊന്നും ഒഴിക്കൽ പതിക്ക് നീരിറങ്ങും. പിന്നെ കൊന്തയിൽ നിന്ന് പാല് വരുന്നു. ഇവിടെ ഹിന്ദുക്കൾക്ക് അങ്ങനെ പാല് വരുത്താമെങ്കിൽ ഞങ്ങൾക്കും പാല് വരുത്താൻ കഴിയും. അങ്ങനെ കൊന്തയിൽ നിന്ന് പാല് വന്നു. അവർക്കുള്ളതല്ല. ഇത് ഭയങ്കര ഒരു പൈശാചിന്റെ തന്ത്രമാണ് കേട്ടോ. കാരണം അവർ കുട പിടിച്ചാൽ നമ്മൾ കുട പിടിക്കും. അവർ പെരുന്നാൾ നടത്തിയാൽ നമ്മൾ പെരുന്നാൾ നടത്തും. അവർ തിരി കൊളുത്തിയാൽ നമ്മൾ തിരി കൊളുത്തും. അവർ നിലവിളക്ക് വെച്ചാൽ ഇപ്പം എല്ലാ പള്ളികളിലും ഇപ്പം എന്തുണ്ട്? നിലവിളക്കുണ്ട്. വേണ്ടല്ലോ. ഇവിടെ നമ്മുടെ ഏറ്റുമാനൂര് അപ്പൻ, ഏറ്റുമാനൂര് എന്താ 7.5 പൊന്നാനയില്ലേ? ഏറ്റുമാനൂരല്ലേ? അവിടെയാണോ 7.5 പൊന്നാനയുള്ളത്? അമ്പലത്തിൽ. അതെ, 7.5 പൊന്നാനയുള്ളത്. നമ്മൾ ക്രിസ്ത്യാനികൾ മോശക്കാരാണോ? നമുക്ക് 7.5 കുരിശുമുണ്ട്. എവിടെയുണ്ട്? ശബരിമലയ്ക്ക് പോകുന്ന വഴിക്ക് നിലയ്ക്കൽ, എൻ്റെ നാടിനടുത്ത് നിലയ്ക്കൽ 7.5 കുരിശ്. അതിൻ്റെ പേരിൽ വലിയ പ്രശ്നങ്ങളുണ്ടായി, വിപ്ലവങ്ങളുണ്ടായി. എൻ്റെ ഒരു സ്നേഹിതൻ ടോമി എന്ന് പറഞ്ഞുണ്ടായിരുന്നു. അവൻ ഈ പ്രശ്നത്തിന് ഗുണ്ടായുസം കാണിക്കാൻ പോയതായിരിക്കാം. കത്തോലിക്കിൻ്റെ പേരിൽ പോയതാ. അവൻ ജീപ്പ് അപകടത്തിൽ മരിച്ചു. ഞങ്ങൾ ഒന്നിച്ച് പഠിച്ചതാ. അപ്പോൾ ഇവർക്ക് എന്തൊക്കെ ഉണ്ടോ അതെല്ലാം നമുക്കും ഉണ്ടെന്ന് പറഞ്ഞങ്ങ് നടത്തിക്കൂട്ടുക. നമുക്കിതൊന്നുമില്ല. നമുക്ക് ഒരുത്തനുണ്ട്. അവരോട് കൂടെയുള്ളവരെക്കാൾ വലിയവനായ, എല്ലാ നാമത്തെക്കാൾ ശ്രേഷ്ഠമേറിയ നാമമുള്ളവൻ, ആരാധനയ്ക്ക് യോഗ്യനായവൻ നമ്മോട് കൂടെയുണ്ട്. അവൻ നമ്മുടെ പക്ഷമുണ്ട്. ഹല്ലേലൂയ. അവനാണ് കർത്താവായ യേശു ക്രിസ്തു. ഹല്ലേലൂയ. യേശു ഉണ്ടെങ്കിൽ അത് മതി അല്ലേ? യേശു എന്നാടിസ്ഥാനം ആശയവേനീലത്രേ. ഓ യേശു എൻ അടിസ്ഥാനം ആശയവേനീലത്രേ. ആശ്വാസത്തിൻ പൂർണ്ണത യേശുവിൽ. ആമേൻ. ആശ്വാസത്തിൻ പൂർണ്ണത യേശുവിൽ കണ്ടേ ഞാനും. എത്ര മധുരമാവൻ നാമാവെനിക്കു പാർത്താൽ. എത്ര മധുര നാമാവെനിക്കു പാർത്താൽ. ഓർത്തു വരും തോറുമൻ ആർത്തി മാഞ്ഞു പോകുന്നേ. ഓർത്തു വരും തോറും ആർത്തി മാഞ്ഞു പോകുന്നേ. യേശു എൻ ആശയവേനീലത്രേ. യേശു എന്നടിസ്ഥാനം. ഗ്ലോറി. ആശ്വാസത്തിൻ പൂർണ്ണത യേശുവിൽ കണ്ടേ ഞാനും. യേശുവിൽ കണ്ടേ. ധ്യാനിച്ചു പാടിക്കേ. രോഗമെന്നെ പീഡിച്ച. ഹല്ലേലൂയ. ക്ഷയിച്ചാലുമേ രോഗം എന്നെ പീഡിച്ചൽ. വേഗം വരുമെന്നാതൽ ദേഹം പുതുതാക്കിടാൻ. വേഗം വരുമെന്നാതൽ ദേഹം പുതുതാക്കിടാൻ. യേശു എൻ. ഹല്ലേലൂയ. യേശു എൻ അടിസ്ഥാനം.
ആശ്വാസത്തിൻ പൂർണ്ണത യേശുവിൽ ആശ്വാസത്തിൻ പൂർണ്ണത യേശുവിൽ വൻപിച്ച ലോക വൻപിച്ച ഹല്ലേലൂയ മുൻപും പിൻപും യേശു അവനിലത്രേ ആശ്വാസത്തിൽ പൂർണ്ണത യേശുവിൽ കണ്ടേ ഞാനും ആശ്വാസത്തിൻ പൂർണ്ണത യേശുവിൽ കണ്ടേ ഞാനും. പാട്ട് വായിച്ചേ. ദൈവത്തെ തപ്പി നോക്കി കണ്ടെത്തുമോ എന്ന് വെച്ച് അവനെ അന്വേഷിക്കേണ്ടത് തന്നെ. അവൻ നമ്മിലാർക്കും അകന്നിരിക്കുന്നവനല്ല താനും. അവനിലല്ലോ നാം ജീവിക്കുകയും ചരിക്കുകയും ഇരിക്കുകയും ചെയ്യുന്നത്. അങ്ങനെ നിങ്ങളുടെ കവിവരന്മാരിലും ചിലർ നാം അവന്റെ സന്താനമല്ലോ എന്ന് പറഞ്ഞിരിക്കുന്നു. നാം ദൈവത്തിന്റെ സന്താനം എന്ന് വരിക ദൈവം മനുഷ്യന്റെ ശില്പവിദ്യയും നാം ദൈവത്തിന്റെ സന്തതികളാണെങ്കിൽ മനുഷ്യന്റെ ശില്പവിദ്യയും സങ്കല്പവും കൊണ്ട് കൊത്തിത്തീർക്കുന്ന പൊന്ന്, വെള്ളി, കല്ല് എന്നിവയുടെ സദൃശ്യമെന്ന് നിരൂപിക്കേണ്ടതല്ല. ദൈവം മനുഷ്യന്റെ കൈപ്പണി കൊണ്ട് കൊത്തിത്തീർക്കുന്ന സ്വർണവും വെള്ളിയും പൊന്നും മരമോ കല്ലോ എന്തുകൊണ്ടെങ്കിലും കൊത്തിത്തീർത്തിട്ട് അവിടെ ദൈവം വസിക്കുമെന്ന് ആഗ്രഹിക്കുന്നുവെങ്കിൽ അങ്ങനെ സംഭവിക്കുകയില്ല എന്ന് പറയുന്ന ഏക ഗ്രന്ഥം വിശുദ്ധ ബൈബിളാണ്. അത് ഇവിടെ വസിക്കുന്നു. അവൻ നമ്മിലാർക്കും അകന്നിരിക്കുന്നില്ല. നിങ്ങൾ ദൈവത്തിന്റെ മന്ദിരമെന്നും ദൈവത്തിന്റെ ആത്മാവ് നിങ്ങളിൽ വസിക്കുന്നുവെന്ന് പറയുന്നില്ലയോ? ദൈവം വസിക്കാൻ ആഗ്രഹിക്കുന്നത് എന്നിലും നിങ്ങളിലുമാണ്. ദൈവം വസിക്കുവാൻ ആഗ്രഹിക്കുന്നത് മനുഷ്യന്റെ ഹൃദയങ്ങളിലാണ്. 2-3 പേർ അവന്റെ നാമത്തിൽ കൂടി വരുന്നിടത്തൊക്കെയും അവന്റെ സാന്നിധ്യമുണ്ട്. എന്ന് പകൽക്കാലം നാം ആരാധിക്കുവാൻ ഇവിടെ കൂടി വന്നിരിക്കുന്ന കുറച്ചു പേരെ ഉള്ളെങ്കിൽ തന്നെയും, അല്ലെങ്കിൽ വലിയ സമൂഹമാണെങ്കിലും കർത്താവായ യേശുവിന്റെ നാമത്തിലാണോ നാം ആരാധിക്കുന്നത്? അങ്ങനെയെങ്കിൽ കർത്താവിന്റെ സാന്നിധ്യം ഇവിടെ ഉണ്ട്. ഇന്ന് ബെഞ്ചമിൻ ചേട്ടൻ എന്തുകൊണ്ടാണ് ഇവിടെ ആരാധനയ്ക്ക് വരുന്നത്? എന്തുകൊണ്ടാ? സത്യനമസ്കാരികൾ ഇവിടെ ആരാധിക്കുന്നുണ്ട് എന്ന് മനസ്സിലാക്കിക്കൊണ്ട് വന്നതാ അല്ലേ? അല്ലെങ്കിൽ എവിടെങ്കിലും പോകത്തില്ലേ ആരാധിക്കാനായിട്ട്? ഹല്ലേലൂയ. ആ വിഷയത്തിലേക്ക് ഞാനിപ്പോൾ കടക്കുന്നില്ല. എന്താണെന്ന് ചോദിച്ചാൽ, എവിടെ ആരാധിക്കണം, ഇങ്ങനെ ഓരോ വിഷയങ്ങൾ നമ്മൾ ഈ ആരാധനയെക്കുറിച്ച് ചില കാര്യങ്ങൾ സംസാരിക്കാനായിട്ട് താല്പര്യപ്പെടുന്നുണ്ട്. ഞാനത് തുടങ്ങി വെച്ചതാണ്. അങ്ങനെ നമുക്ക് ചില ആഴ്ചകൾ ദൈവം അനുവദിക്കുന്ന സന്ദർഭങ്ങളിൽ നമുക്ക് ആരാധിച്ച്, അല്ലെങ്കിൽ ദൈവത്തിൻ്റെ വചനം അനുസരിച്ച് അറിഞ്ഞ് ആരാധിച്ച് അനുഗ്രഹം പ്രാപിക്കണം. അങ്ങനെ ആരാധിച്ചാൽ നമുക്ക് വിടുതലുണ്ടാവുന്നേ. നമ്മുടെ കുടുംബ ജീവിതത്തിൽ വിടുതലുണ്ടാകും. ഇപ്പം നമ്മൾ പല രോഗികൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നുണ്ട്. ഇന്നലെ രാത്രി ഒരു 12 മണിയായപ്പോൾ ഒരു സഹോദരി എന്നെ വിളിച്ചതിന് ശേഷമായിട്ട്, ജോയ് പാഷ ഉറക്കമാണോ? ഞാൻ പറഞ്ഞു സാരമില്ല. ഞാൻ അവരോട് പറഞ്ഞിട്ടുണ്ട്, അവർക്ക് ഒരു അസ്വസ്ഥതയുണ്ട്. ഞാൻ പറഞ്ഞിട്ടുണ്ട്, നിങ്ങൾ ഏത് സമയത്ത് വിളിച്ചോ, ഏത് സമയത്ത് വിളിച്ചാൽ ഞാൻ ഫോൺ കിട്ടിയാൽ ഞാൻ പ്രാർത്ഥിച്ചോളാം എന്ന് പറഞ്ഞു. ഇന്നലെ പ്രാർത്ഥിച്ചു. കഴിഞ്ഞ ദിവസം ഒരു വിഷയം ഉണ്ടായി, പ്രാർത്ഥിച്ചു, ദൈവം വിടുതൽ കൊടുത്തു. അവർ പിറ്റേ ദിവസം എന്നോട് പറഞ്ഞു, പക്ഷേ ഞാൻ സമാധാനത്തോടെ കിടന്നുറങ്ങി കേട്ടോ എന്ന് പറഞ്ഞു. നമ്മൾ ആരാധിക്കാൻ ദൈവം ശക്തനാണെന്നേ. ഇന്നെല്ലാത്തിലും പ്രാർത്ഥിച്ചു. ഹല്ലേലൂയ. കാരണം എന്താ? നമ്മൾ ആരാധിക്കുന്ന ജീവനുള്ള ദൈവത്തെയാണ്.
അവന് പലതും പ്രവർത്തിക്കാൻ കഴിയും. നമ്മുടെ ശരീരത്തിന്മേലും, നമ്മുടെ കുഞ്ഞുങ്ങളുടെ മേലും, നമ്മുടെ ഭാര്യമാരുടെ മേൽ, നമ്മുടെ ഭർത്താക്കന്മാരുടെ മേൽ, ഏത് വിഷയമായിക്കൊള്ളട്ടെ, നാം ആരാധിക്കുന്ന യേശുവിനത് പ്രശ്നമല്ല. മനുഷ്യരാണ് അസാധ്യമായിട്ടുള്ളത് സകലതും നാം ആരാധിക്കുന്ന യേശുവിനെ കഴിയും. ഇന്നലെ വരെ കഴിഞ്ഞു എന്നല്ല, ഇന്നും നാളെയും അവന് കഴിയും. വിശ്വസിച്ചാണോ? വിശ്വസിച്ചാൽ മഹത്വം കാണും, കണ്ടിരിക്കും. ഹല്ലേലൂയ. പിന്നെ ചിലർക്കൊക്കെ ചില ശൂലമുണ്ട് കേട്ടോ. ചിലർക്ക് ചില ശൂലമുണ്ട്, അത് ദൈവം വെച്ചതാ. പൗലോസിലും അങ്ങനെ ഉണ്ടായിരുന്നില്ലേ? അത് മാറാൻ വേണ്ടി പൗലോസ് എത്ര പ്രാവശ്യം പ്രാർത്ഥിച്ചു? 3 വട്ടം പ്രാർത്ഥിച്ചെന്നാ, ചിലപ്പോൾ ഉപവാസം എടുത്ത് കാണും അല്ലേ? പൗലോസിനോട് എന്താ പറഞ്ഞേ? എടാ മോനെ, എൻ്റെ കൃപ നിനക്ക് മതിയെന്നേ, നീ മുൻപോട്ട് പോകും. എന്തിനു വേണ്ടി അത് വെച്ചെന്നറിയാവോ? നിഗളിക്കാതിരിക്കാൻ. അപ്പൊ ചിലതൊക്കെ കണ്ടമാനം നമ്മൾക്ക് എല്ലാ കൃപകളും ഉണ്ട്, എല്ലാ കൃപകളും ഉള്ള നമ്മൾ ചിലപ്പോൾ എന്ത് സംഭവിക്കാം? നിഗളമുണ്ടാകാം. നിഗളമുണ്ടായാൽ എന്താ കുഴപ്പം? ആ ദൈവം നിഗളികളോട് എതിർത്ത് നിൽക്കുന്നു. എടാ, ദൈവം എതിർത്താ പിന്നെ ആർക്കെങ്കിലും ഇവിടെ നിൽക്കാൻ പറ്റുമോ? ദൈവം നിഗളികളോട് എതിർത്ത് നിൽക്കും. താഴ്മയുള്ളവർക്ക് അവൻ കൃപ നൽകുന്നു. താഴ്മയുള്ളവർക്കും മനസ്താപവും മനോവിനയമുള്ളവരോട് കൂടെ വസിക്കുന്നു. നിങ്ങൾ എന്നോട് അടുത്ത് വരുവിൻ, ഞാൻ നിങ്ങളോട് അടുത്ത് വരാമെന്ന് പറയുന്ന കർത്താവ് മനോവിനയമുള്ളവനോട് കൂടെ വസിക്കുവാൻ, മനോവിനയമുള്ളവനിലൂടെ ചിലത് പ്രവർത്തിക്കുവാൻ, മനോവിനയമുള്ള ദൈവത്തിൽ ആശ്രയിക്കുന്ന വിശ്വസിക്കുന്ന നിന്നിലൂടെ ചിലത് പ്രവർത്തിക്കുവാൻ ദൈവം ഇന്ന് പോൽക്കാലം ആഗ്രഹിക്കുന്നുണ്ട്. വേറെ നിങ്ങൾ ഓടേണ്ട കാര്യമൊന്നുമില്ല. നിങ്ങൾ ആശ്രയിക്കുന്ന ദൈവത്തോട് അങ്ങ് പറയണം. ഹല്ലേലൂയ. നമ്മുടെ സകല വേദനകളും അറിയാവുന്ന ദൈവമാണ്. നമ്മുടെ സകല പ്രശ്നങ്ങളും അറിയാവുന്ന ദൈവമാണ്. ഹല്ലേലൂയ. അവങ്കിലേക്ക് ഏൽപ്പിക്കണം. നമ്മൾ ആരാധിക്കേണ്ടവനെ ആരാധിക്കുകയും നമ്മൾ ഒന്നുകൊണ്ടും നിങ്ങൾ ഒന്നിനെക്കുറിച്ചും വിചാരപ്പെടേണ്ട. എല്ലാറ്റിനും പ്രാർത്ഥനയാലും അപേക്ഷയാലും നിങ്ങളുടെ ആവശ്യങ്ങൾ സ്തോത്രത്തോടെ അങ്ങോട്ട് കൊടുത്താൽ മതിയെന്ന്. നമ്മുടെ ആവശ്യം അങ്ങോട്ട് ദൈവസേനയിൽ വെക്കണം. എന്നിട്ട് പിന്നെ സ്തോത്രം 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 എന്ന് പറഞ്ഞ് സ്തോത്രം പറഞ്ഞാൽ മതി. ആ സ്തോത്രത്തിൽ പൊതിഞ്ഞ് അങ്ങോട്ട് കൊടുക്കണം. നമ്മുടെ കർത്താവ് സ്തുതികളിന്മേൽ അധിവസിക്കുന്നവനാണ് അല്ലേ? അവന്റെ സിംഹാസനം സ്തുതികളിന്മേൽ, സ്തുതി എന്ന സിംഹാസനത്തിൽ അവനിരിക്കും. നമ്മുടെ വിശ്വാസം കണ്ട് കർത്താവ് എന്താ പറയുന്നത്? നിന്റെ വിശ്വാസം പോലെ നിനക്ക് ഭവിക്കട്ടെ. ഹല്ലേലൂയ. നിന്റെ വിശ്വാസം പോലെ ഭവിക്കട്ടെ. നമ്മൾ ധാരാളം വിഷയങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നവരാണ്. നമ്മൾ പ്രാർത്ഥിച്ച് വലിയ വിജയം കണ്ടെത്തണം. നമ്മുടെ ജീവിതത്തിലും കുടുംബജീവിതത്തിലും വ്യക്തിപരമായ ജീവിതത്തിലും ദൈവം കർത്താവ് പ്രവർത്തിക്കണം. പ്രവർത്തിച്ചേ പറ്റൂ. ഒരു പരിധി വരെ ഇവിടുത്തെ ലോക വൈദ്യന്മാരിലൊക്കെ അങ്ങ് ആശ്രയിച്ചാൽ മതി കേട്ടോ. പൂർണ്ണമായിട്ട് അങ്ങോട്ട് ഏൽപ്പിച്ച് കൊടുക്കണ്ട. നിന്നെ അവൻ വിറ്റ് കാശാക്കും. ഉള്ള ടെസ്റ്റ് മുഴുവൻ തരും. ഞാൻ അനുഭവസ്ഥനാ. അതിൽ പല ടെസ്റ്റിന്റെ ആവശ്യം ഇല്ല. അതുകൊണ്ട് നിന്നെ പൂർണ്ണമായിട്ട് ഏൽപ്പിച്ചു കൊടുക്കേണ്ടത് ഒരു ഡോക്ടറിന്റെ കയ്യിലല്ല. നിന്നെ സൃഷ്ടിച്ച, നമ്മൾ വായിച്ച ജീവശ്വാസം, എല്ലാവരും സകലർക്കും ജീവശ്വാസവും ജീവനും നൽകുന്നവൻ ആരാ? അങ്ങനല്ലേ വായിച്ചു? ഒന്നുകൂടെ വായിച്ചു. എല്ലാവർക്കും ജീവനും ശ്വാസവും, എല്ലാവർക്കും ജീവനും ശ്വാസവും സകലവും കൊടുക്കുന്ന ഒരു നല്ല ഡോക്ടറുണ്ട്. ഹല്ലേലൂയ. അപ്പം പൂർണ്ണമായിട്ട് ഏൽപ്പിച്ചു കൊടുക്കേണ്ടത് ഒരുത്തരിൽ മാത്രമാണ്. നമ്മൾ പൂർണ്ണമായിട്ട് ലോക വൈദ്യന്മാരിൽ പൂർണ്ണമായിട്ട് ആശ്രയിക്കരുത്. ഇന്നത്തെ കാലത്ത് ഷുഗറിന് മാത്രം മരുന്ന് കഴിച്ചാൽ 2 വർഷം കഴിയുമ്പോൾ എന്ത് സംഭവിക്കും? പ്രഷറും കൊളസ്ട്രോളും. ഒരാൾ ഇന്നലെ എന്നോട് പറഞ്ഞ, അദ്ദേഹം എന്നോട് പറഞ്ഞു, ഷുഗറിന് മരുന്ന് കഴിക്കുന്നുണ്ട്. ഉടനെ നിങ്ങൾ അറിയാതെ നിങ്ങൾക്ക് 2 പ്രാവശ്യം അറ്റാക്ക് ഉണ്ടായെന്ന് പറഞ്ഞു. ഡോക്ടർ പറഞ്ഞു, ഇല്ല എനിക്ക് ഉണ്ടായിട്ടില്ലെന്ന് പുള്ളി പറഞ്ഞു. എനിക്ക് ഉണ്ടായിട്ടില്ല. നിങ്ങൾക്ക് കൊളസ്ട്രോൾ ഉണ്ടെന്ന് പറഞ്ഞു. ഇല്ല എനിക്ക് കൊളസ്ട്രോളും ഇല്ലെന്ന് പറഞ്ഞു. ഏതാ ഇവർ ഓരോ വരുത്തേ? കാരണം ഇവർക്കറിയാം ഇന്ന ഗുളിക കഴിച്ചു കഴിഞ്ഞാൽ ഇത്ര വർഷം കഴിയുമ്പോൾ എന്തുണ്ടാകും? പ്രഷർ ഉണ്ടാകും, കൊളസ്ട്രോൾ ഉണ്ടാകുമെന്ന്.
ഇതിനകത്തെല്ലാം ഈ വ്യാപാരികൾ, ഈ വ്യവസായികൾ, ഈ മനുഷ്യനെ വിറ്റ് കാശാക്കുന്ന ഈ പാർട്ടികളെല്ലാം കൂടി ഇതിനകത്ത് പല പദ്ധതിയും ചെയ്തിട്ടുണ്ട്. നീ ഷുഗറിന്റെ മരുന്ന് 2 വർഷം കഴിച്ചാൽ അടുത്ത നിമിഷം നിനക്ക് പ്രഷറും ഷുഗറും കൊളസ്ട്രോളും പിന്നെ തൈറോയിഡ് എല്ലാം ഉണ്ടാവും. നമുക്കറിയാം കൊറോണ കാലത്തെ പെട്ടെന്ന് ഓപ്പറേഷൻ ചെയ്യണം അല്ലെങ്കിൽ തീർന്നു പോകുമെന്ന് പറഞ്ഞ പല രോഗികൾ കൊറോണ കാലത്ത് അവർ പിന്നെയും 2 വർഷം ജീവിച്ചില്ലേ? ഇല്ലേ? അവർ ആശുപത്രി പോയോ? ആശുപത്രി പോകാൻ പറ്റുകയില്ല, എല്ലാവരും പേടിച്ചിരിക്കുക. അന്ന് കള്ള പദ്ധതികളൊന്നും ഇവിടുത്തെ ആശുപത്രിക്കാർക്ക് നടത്താനായിട്ട് കഴിഞ്ഞിട്ടില്ല. അപ്പം നമ്മളൊരു കാര്യം ചെയ്യണം. നമുക്കിനി ആശ്രയിക്കാൻ ഒരുവനുണ്ട്. നമ്മൾ കർത്താവ് പറഞ്ഞു, ഞാൻ നിങ്ങളെ ഒരു നാളും അനാഥരായി വിടുകയെന്ന. അനാഥരായി വിടുകയെന്ന് ആരാ പറഞ്ഞത്? യേശുവാ പറഞ്ഞത്. അനാഥരായി വിടുക എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്തുവാ? അനാഥരാരാ? ആശ്രയമില്ലാത്ത അപ്പനും അമ്മയും ഇല്ലാത്തവനാ, അല്ലേ? യേശു തന്നെ അപ്പനാണെന്ന് അവിടെയും തെളിയിക്കുക, അല്ലേ? ഞാൻ നിന്നെ അനാഥരായിട്ട് വിടുക എന്ന് പറഞ്ഞാൽ, എടാ തന്തയില്ലാത്തവനായിട്ട് ഞാൻ നിന്നെ വിടുകയല്ല, നിന്റെ തന്ത ഞാനാ. നിനക്കൊരു പിതാവ് ഉണ്ടെങ്കിൽ അത് ഞാനാ. ഞാൻ നിന്നെ അനാഥരായി വിടുകയില്ല എന്ന് പറഞ്ഞ ഒരു ദൈവം നമുക്കുണ്ട്. അവൻ നമ്മുടെ ജീവിതത്തിലെ സകല ജീവനും നമുക്ക് വേണ്ടതെല്ലാം നൽകുന്ന സകലവും നൽകുവാൻ അവൻ ശക്തനായിരിക്കാൻ നിന്റെ രോഗവും അവന് പ്രശ്നമല്ല, അവൻ സൗഖ്യമാക്കുവാൻ വലിയവനാണ്. അത് പൂർണ്ണമായിട്ട് സമ്പൂർണ്ണമായിട്ട് ആരിൽ ഏൽപ്പിച്ചു കൊടുത്താൽ മതി, ദൈവത്തിലങ്ങ് ഏൽപ്പിച്ചാൽ മതി. ഞാനിതൊക്കെ കുറച്ച് അനുഭവിച്ചതാണ്, അനുഭവിച്ചുകൊണ്ടിരിക്കുന്നവനാ. ഹല്ലേലൂയ. അപ്പോൾ നമ്മൾ ഈ നാളുകളിൽ ദൈവത്തിൽ നിന്ന് തന്നെയുള്ള വിടുതൽ നമ്മൾ പ്രാപിക്കണം. ഹല്ലേലൂയ. രോഗിക്ക് വൈദ്യനെ കൊണ്ട് ആവശ്യമുണ്ടെന്ന് ബൈബിൾ പറയുന്നുണ്ടല്ലേ? പക്ഷേ ഇന്നുള്ള വൈദ്യന്മാരെല്ലാം എന്താ? ഒരൊറ്റ രോഗം കിട്ടിയാൽ മതി, പിന്നെ അവനെ പല രോഗിയാക്കി പല വിധത്തിൽ അവനെ കൊണ്ട് അവൻ മരിക്കുന്നത് വരെ അവന് വേണ്ട എല്ലാ കാര്യങ്ങളും ചെയ്യിക്കാനായിട്ട് പുള്ളിക്കറിയാം. അവൻ പറയുന്ന മരുന്ന്, അതും ഡോക്ടർമാർ കുറിക്കുന്ന മരുന്ന് ഏത് മരുന്നാണെന്നറിയാവോ? ഏത് മരുന്നാ? ഈ മരുന്ന് കച്ചവടക്കാര് നമുക്ക് കാണത്തില്ലേ? ഈ ആശുപത്രി നമ്മൾ ഡോക്ടറെ കാണാൻ ക്യൂ നിൽക്കുമ്പം ബാഗും തൂക്കിയിട്ട് കുറച്ച് മാന്യന്മാർ നിൽക്കുന്ന കണ്ടില്ലേ? ഇവരാരാ? മരുന്ന് കമ്പനിക്കാരുടെ ഏജന്റുമാരാ. ഇത് ഡോക്ടറോട് പറയും, ഡോക്ടറെ ഈ മരുന്ന് ഷുഗറിനുള്ളതാ, ഇത് പനിക്കുള്ളതാ, ഇപ്പം പനിയൊക്കെ വരാൻ സാധ്യതയുണ്ട്, ഇത് പനിക്കുള്ള ഈ ഓരോ സമയത്ത് ഇവർ പറയുന്ന അനുസരിച്ച് ഇപ്പോൾ ഡോക്ടർ ഓക്കെ അപ്പോൾ ഡോക്ടർ ഇത് എഴുതുക. ഡോക്ടർക്ക് ഇതുകൊണ്ട് എന്താ ഗുണം? നല്ല കമ്മീഷനാണ്. ഡോക്ടർ പറയും, ഇന്ന സ്ഥലത്ത് തന്നെ പോയി നിങ്ങൾ എക്സ്റേ എടുക്കണം കേട്ടോ, വേറെടുത്ത് പോയി എടുത്താൽ എനിക്കത് വിശ്വാസമില്ല. എന്താ? വേറെടുത്ത് പോയി എടുത്താൽ പുള്ളിക്കൊന്നും കിട്ടുകയില്ല, അതായി വിശ്വാസമില്ലാത്ത. ഇന്ന കടയിൽ പോയി മേടിക്കണം. നമ്മൾ ഇപ്പോൾ എറണാകുളത്ത് ഏതെങ്കിലും ഒരു ആശുപത്രി പോയി പിന്നെ ഡോക്ടർ മരുന്ന് കുറിച്ച് തന്നാൽ നമ്മുടെ നാട്ടിൽ പോയി ആ മരുന്ന് മേടിക്കാൻ നോക്കിയാൽ പല മരുന്നുകളും കിട്ടത്തില്ല. അതിൻ്റെ തൊട്ട് പരിസരത്തിൽ ഒന്ന് അന്വേഷിച്ചാൽ ആ മരുന്ന് കിട്ടും. അപ്പോൾ ഇത് ആരുമായിട്ടുള്ള പരിപാടിയാണ്? കമ്പനിയുമായിട്ട്. നമുക്കറിയാം, പേപ്പറിലൊക്കെ വന്നതാണ്. ഡോക്ടർമാരുടെ മക്കളെ കെട്ടിക്കാനും അവരുടെ വീട് വെക്കാനും അവർക്ക് ഫ്രിഡ്ജ് മേടിച്ചു കൊടുക്കാനും അവർക്ക് കാറ് കൊടുക്കാനും അത് കമ്പനികൾ തയ്യാറാണ്. ഞാനിത് പറഞ്ഞു വന്നൊരു സാരം, നമ്മൾ ആശ്രയിക്കേണ്ട വിധത്തിൽ നമ്മുടെ അപ്പനിൽ ആശ്രയിച്ചോണം. നിങ്ങൾ ദൈവത്തിൽ ആശ്രയിച്ചാൽ മനുഷ്യപുത്രന്മാരിൽ മനുഷ്യരിൽ സഹായിപ്പാൻ കഴിയാത്ത മനുഷ്യനുള്ള ആശ്രയം കുറയും. നമ്മുടെ ജീവിതത്തിൽ വ്യത്യാസമുണ്ടാകും, നമ്മുടെ കുടുംബജീവിതത്തിൽ വ്യത്യാസമുണ്ടാകും. അതുകൊണ്ട് ആരാധിക്കേണ്ടവനെ അറിഞ്ഞ് നമുക്ക് ആരാധിക്കുവാൻ ദൈവമായ കർത്താവ് നമ്മളെ സഹായിക്കട്ടെ. എല്ലാവർക്കും എഴുന്നേറ്റ് ഒരു പാട്ട് പാടി ദൈവത്തെ ആരാധിച്ച് നമുക്ക് പ്രാർത്ഥനയോടെ മടങ്ങിപ്പോകാം.